വെൽക്കം ടു കോമ്പറ്റേറ്റീവ് കാക്ക. ഞാൻ ബിസി ബാബു. അപ്പോൾ നമ്മളിത് ഇന്ന് വന്നിട്ടുള്ളത് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് വളരെ ഉപകാരപ്രദമായിട്ടൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഓൾറെഡി നമുക്കറിയാം എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർക്കും എഴുതാൻ പോകുന്നവർക്കും ഇനി എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുമുള്ള ഒരു വീഡിയോയാണ്. നമുക്ക് ഓൾറെഡി അറിയാം കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഏതൊക്കെ നോട്ടിഫിക്കേഷൻസ് ആണ് നിലവിൽ വന്നിട്ടുള്ളത് അല്ലേ? കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വന്നിട്ടുണ്ട്, യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള, അതുപോലെ തന്നെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, ഇത്രയും നോട്ടിഫിക്കേഷൻസ് ആണ് നമുക്ക് നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കിയാലോ? നോക്കിക്കേ, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 10th ആൻഡ് ഇസ് ഇക്വലന്റും, അതുപോലെ തന്നെ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ മലയാളം ടൈപ്പ് റൈറ്റിംഗ്, ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ്, കൂടാതെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റ്, ഇത്രയും ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക് എന്തായാലും ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ തത്തുല്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ്, അതായത് ഇക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാന്ന് നോക്കിക്കേ. നമ്മുടെ KGTE ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയറിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ VHAC അക്കൗണ്ടൻസി ആൻഡ് ഓഡിറ്റിംഗ് ആയിരിക്കണം. അതുപോലെ തന്നെ VHAC ഓഫീസ് സെക്രട്ടറിയേറ്റ്ഷിപ്പ് ഉണ്ടായിരിക്കണം. ഡിപ്ലോമ ഇൻ കോമറിക്കൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ സെക്രട്ടേറിയറ്റൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ ഷോർട്ട് ഹാൻഡ് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ്, സീനിയർ ഗ്രേഡ് അതായത് ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ്, അതായത് നമ്മുടെ KGTE ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയറിന്റെ തത്തുല്യമായിട്ടുള്ള ഇക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ആണ് നമ്മൾ ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ KGTE ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ ഗ്രേഡിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയായിരിക്കും? VHAC അക്കൗണ്ടൻസി ആൻഡ് ഓഡിറ്റിംഗ്, VHAC ഓഫീസ് സെക്രട്ടറിഷിപ്പ്, ഡിപ്ലോമ ഇൻ കോമറിക്കൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ സെക്രട്ടേറിയറ്റൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ ഷോർട്ട് ഹാൻഡ് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ്, അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ്. കൂടാതെ തന്നെ നമുക്ക് അതിന്റെ കൂടെ തന്നെ സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗിന്റെ എന്തൊക്കെയായിരിക്കും തത്തുല്യമായ ക്വാളിഫിക്കേഷൻസ്? കൂടെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് VHAC അക്കൗണ്ടൻസി ആൻഡ് ഓഡിറ്റിംഗ്, അതുപോലെ തന്നെ VHAC ഓഫീസ് സെക്രട്ടറിഷിപ്പ്, ഡിപ്ലോമ ഇൻ കോമറിക്കൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ സെക്രട്ടേറിയറ്റൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഇത്രയും ആയിരിക്കും നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ്. ഓക്കെ, നമുക്കറിയാം ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ യോഗ്യതകളാണ് നമുക്ക് അറിഞ്ഞിരിക്കണം. നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് അതിന്റെ സിലബസ് എന്ന് പറയുന്നത്. സിലബസ് പ്രകാരമുള്ള പഠനമായാൽ മാത്രമേ കൃത്യമായിട്ട് നമുക്കിത് പഠിച്ചു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ? ഒരു എക്സാമിന് തയ്യാറെടുക്കുന്നതിന് മുന്നേ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? ആ എക്സാമിന്റെ സിലബസ് കൃത്യമായി പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഏത് പോർഷനിൽ നിന്നാണ് കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, നമുക്ക് നോക്കിയേ, നമ്മുടെ ടൈപ്പ് റൈറ്റിംഗിന്റെയും കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന്റെയും സെയിം ആയിട്ടുള്ള സിലബസ് തന്നെയാണ്. സിലബസിന് മാറ്റമൊന്നുമില്ല. നോക്കിക്കേ, എന്തൊക്കെയായിരിക്കും? ജനറൽ നോളേജ് ആൻഡ് കറണ്ട് അഫയറിൻസിൽ നിന്ന്, ജനറൽ നോളേജ് ആൻഡ് കറണ്ട് അഫയറിൻസിൽ നിന്ന് നമുക്ക് 10 മാർക്കാണ് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഏകദേശം മനസ്സിലായി. അവിടെ നിന്നും ഏകദേശം നല്ല രീതിയിലുള്ള അത് എളുപ്പമായിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ വരികയുള്ളൂ. കാരണം ജനറൽ നോളേജ് ആൻഡ് കറണ്ട് അഫയറിൻസിൽ നിന്ന് 10 മാർക്കായിരിക്കും നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത്. പിന്നീട് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ട ഒരു പാർട്ട് എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? നമ്മുടെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗിന്റെ ഭാഗത്തു നിന്നാണ്. അതിൽ നിന്ന് 40 മാർക്കാണ് നമുക്ക് വരാൻ പോകുന്നത്. ഓക്കെ, കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗിൽ നിന്ന് 40 മാർക്കായിരിക്കും. കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടതും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതും ഏത് ഭാഗം തന്നെയായിരിക്കും? നമ്മുടെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗിന്റെ ഭാഗത്തു നിന്നായിരിക്കും. ബേസിക് തൊട്ടേ സ്റ്റാർട്ട് ചെയ്യണം. അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്ത് തന്നെ പഠിക്കണം. എങ്കിൽ മാത്രമേ ബേസിക് തൊട്ട് നമ്മൾ കമ്പ്യൂട്ടറിന്റെ നോളജ് മനസ്സിലാക്കി അതിന്റെ രീതിയിൽ പഠിച്ചു പോകാൻ സാധിക്കുള്ളൂ. പിന്നീട് നോക്കിക്കേ, ടൈപ്പ് റൈറ്റിംഗിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് 10 മാർക്കാണ് സ്കോർ ചെയ്യാൻ സാധ്യതയുള്ളത്. ടൈപ്പ് റൈറ്റിംഗിന്റെ ഭാഗത്ത് നിന്നും 10 മാർക്കും, ജനറൽ ഇംഗ്ലീഷിൽ നിന്നും 20 മാർക്കും, അതുപോലെ തന്നെ റീജിയണൽ ലാംഗ്വേജ് അതായത് മലയാളത്തിൽ നിന്നും 20 മാർക്കും. അങ്ങനെ ടോട്ടൽ 100 മാർക്കിനായിരിക്കും നമുക്ക് ഈ ഒരു എക്സാം വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഏകദേശം മനസ്സിലായി സിലബസ് പ്രകാരം ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഏതിനായിരിക്കും? കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗിനായിരിക്കും. then അതിനുശേഷം ജനറൽ ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിൽ നിന്നും 20 മാർക്ക് വീതമായിരിക്കും നമുക്ക് വരാൻ പോകുന്നത്. 20 മാർക്ക് വീതമായിരിക്കും വരാൻ പോകുന്നത്. പിന്നീട് 10 മാർക്ക് എവിടെ നിന്നായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്? നമ്മുടെ ജനറൽ നോളജിൽ നിന്നും ടൈപ്പ് റൈറ്റിംഗിന്റെ ഭാഗത്ത് നിന്നും 10 മാർക്കായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അങ്ങനെ 100 മാർക്കിനായിരിക്കും നമുക്ക് ടോട്ടൽ ഈ ഒരു എക്സാം വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ സ്റ്റാർട്ട് ചെയ്തോണം. നമുക്ക് ഇപ്പൊ തന്നെ പഠിച്ചു പോകണം. ബേസിക് തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഏതൊരു കാര്യമാണ് മലയാളത്തിനായിരിക്കും ചിലർക്ക് മലയാളം ആയിരിക്കാൻ പാടായി വരുന്നത്. കാരണം നമുക്കറിയാം PSC എക്സാമിന് മലയാളത്തിൽ നിന്ന് നല്ല കട്ടിയായിട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത് അല്ലേ? അതുപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷിന്റെ ഭാഗത്ത് നിന്നും നല്ല രീതിയിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ ടൈപ്പ് റൈറ്റിംഗിന്റെ ഭാഗത്ത് നിന്നും കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗിന്റെ ഭാഗത്ത് നിന്നും ജനറൽ നോളജിന്റെ ഭാഗത്ത് നിന്നും കൃത്യമായിട്ട് ബേസിക് തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് ക്ലിയർ ആയിട്ട് പഠിച്ചു പോയാൽ മാത്രമേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ നമുക്ക് മനസ്സിലായി, നമ്മുടെ സിലബസ് ഏകദേശം തരമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് അറിയേണ്ടത്
എന്തൊക്കെ അഡ്വൈസുകളാണ് ഇതിൽ വന്നിട്ടുള്ളതെന്നാണ്. നമുക്ക് നോക്കിക്കേ. കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 നിന്ന് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന് 11 അഡ്വൈസും, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 യൂണിവേഴ്സിറ്റി ഇൻ കേരള നിന്ന് 110 അഡ്വൈസും, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ നിന്നും 244 അഡ്വൈസുമാണ് വിളിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ സിലബസ് കണ്ടു, ഏതൊക്കെ ക്വാളിഫിക്കേഷൻസ് അനുസരിച്ച് നമുക്ക് ഇനി അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കി, അതുപോലെ തന്നെ നമുക്ക് ഏതൊക്കെ അഡ്വൈസുകളാണ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഏകദേശം മനസ്സിലായ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എക്സാമിന് ആർക്ക് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന യോഗ്യതകൾ തന്നെയാണ് എനിക്കുള്ളതെങ്കിൽ എന്തായാലും തീർച്ചയായും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കൊള്ളുക. അപ്പൊ നമുക്കിത് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് തുടക്കം മാത്രമാണ്. IT-യുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരുന്നു, കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗിന് 40 മാർക്കാണ് വരാൻ പോകുന്നത് അല്ലേ? ആ 40 മാർക്ക് സ്കോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിന്റെ കൂടെ തന്നെ പഠിച്ചു പോവുകയാണ്. നോക്കിയാലോ? ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ ചോദ്യത്തിലേക്ക് പോയാലോ? IT നമുക്ക് ഓൾറെഡി അറിയാം 40 മാർക്കാണ് വരാൻ പോകുന്നത്. ആ 40 മാർക്കിന് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ. നോക്കിക്കേ, ഏതൊക്കെ ചോദ്യമാണ് ഇതിൽ വരാൻ പോകുന്നതെന്ന്. ഫസ്റ്റ് വൺ കിടക്കുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വെബ് ബ്രൗസർ. തന്നിട്ടുള്ളതിൽ വെബ് ബ്രൗസർ അല്ലാത്തത് ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 4 ഓപ്ഷൻസ് ആയിരിക്കും അവൈലബിൾ ആയിരിക്കുന്നത്. ഫസ്റ്റ് വൺ കിടക്കുന്ന ഏതാ? ഗൂഗിൾ ക്രോം. നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ, നമ്മളൊക്കെ പൊതുവേ യൂസ് ചെയ്യുന്ന ഒരു വെബ് ബ്രൗസർ തന്നെയാണ് എന്ത്? ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ആയിട്ട് പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഒരു വെബ് ബ്രൗസർ തന്നെയാണ് ഗൂഗിൾ ക്രോം. അപ്പൊ നമുക്ക് എടുക്കാൻ സാധിക്കുമല്ലോ, വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഒരു വെബ് ബ്രൗസർ തന്നെയാണ്. ഓക്കെ. അടുത്തത് കിടക്കുന്നത് മൊസില്ല ഫയർഫോക്സ് ആണ്. നമുക്കറിയാം അല്ലെ, മൊസില്ലയും എന്ത് തന്നെയാണ്? ഒരു വെബ് ബ്രൗസർ തന്നെയാണ്. അപ്പൊ നമുക്ക് അത് വെബ് ബ്രൗസർ അല്ലാത്ത രീതിയിൽ എടുക്കാൻ സാധിക്കില്ല. കാരണം നമ്മുടെ ക്രോം പോലെ തന്നെ അല്ലെങ്കിലും എല്ലാവരും പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വെബ് ബ്രൗസർ തന്നെയാണ് മൊസില്ല എന്ന് പറയുന്നത്. അടുത്തത് കിടക്കുന്നത് നെസ്റ്റ് എസ്കേപ്പ് നാവിഗേറ്റർ ആണ്. അതായത് ബേസിക് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ അറിയത്തില്ലാതെ പോകുന്നൊരു പേരായിരിക്കും ഇത്. ചിലപ്പോൾ അത് അറിയത്തില്ലായിരിക്കും ഇത് വെബ് ബ്രൗസർ തന്നെയാണോ, നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് അല്ലേ? പക്ഷെ ഓർക്കുക, ഇതും ഒരു വെബ് ബ്രൗസർ തന്നെയാണ്. മോസ്റ്റ് ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ പോലും എന്താണ്, ഇതൊരു വെബ് ബ്രൗസർ തന്നെയാണ്. ഓക്കെ. അടുത്തത് കിടക്കുന്നത് മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക് എക്സ്പ്രസ്. അതായത് ഈ ജിമെയിൽ പോലെയുള്ള, അതായത് ഇമെയിൽ പോലെയുള്ള മെയിലുകൾ അയക്കാനും റിസീവ് ചെയ്യാനും അത് മാനേജ് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ എന്ത്? മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക് എക്സ്പ്രസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ വെബ് ബ്രൗസർ. ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. എന്താണ് മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക് എക്സ്പ്രസ്? ഇമെയിലുകൾ അയക്കാനും അത് മാനേജ് ചെയ്യാനും റിസീവ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്തെന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക് എക്സ്പ്രസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ? ഫസ്റ്റ് നോക്കിക്കേ, ഗൂഗിൾ ക്രോം നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? ഗൂഗിൾ ക്രോം എന്ത് തന്നെയാണ്? ഒരു വെബ് ബ്രൗസർ തന്നെയാണ്. ഗൂഗിൾ ഡെവലപ്പ് ചെയ്ത് മോസ്റ്റ് പോപ്പുലർ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു വെബ് ബ്രൗസർ തന്നെയാണ് ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞാൽ. അടുത്തത് എന്താ? മൊസില്ല ഫയർഫോക്സ്. അതൊരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരു വെബ് ബ്രൗസർ തന്നെയാണ്. അടുത്ത എന്താ? നെസ്റ്റ് എസ്കേപ്പ് നാവിഗേറ്റർ. അത് എയർലി ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു വെബ് ബ്രൗസർ തന്നെയായിരിക്കും. പൊതുവെ ആരും യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും അത് എന്ത് തന്നെയാണ്? ഒരു വെബ് ബ്രൗസർ തന്നെയാണ്. അടുത്തത് നമ്മുടെ ലാസ്റ്റ് ആൻസർ ഏതാണ്? മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക് എക്സ്പ്രസ്. അതായത് ഇമെയിൽ ക്ലയന്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഇമെയിലുകൾ അയക്കാനും റിസീവ് ചെയ്യാനും അത് മാനേജ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ത്? മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക് എക്സ്പ്രസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ ഓഡ് വൺ. അതായത് തന്നിട്ടുള്ളവയിൽ ഓഡ് വൺ ആയിട്ടുള്ളത് ഏതെന്നാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രത്യേകത ഇല്ലാതെ, ഇതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഇല്ലാതെ നമുക്ക് ഈ ഒരു ചോദ്യം വരില്ലല്ലോ. അപ്പൊ നമുക്ക് ഓരോ ഓപ്ഷനും വെച്ച് നോക്കാം. ഫസ്റ്റ് വൺ നടക്കുന്നത് PS2 ആണ്. PS2 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക്, നമ്മുടെ പഴയ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പോർട്ടാണ് എന്തെന്ന് പറഞ്ഞാൽ VS2 എന്ന് പറഞ്ഞാൽ. അതൊരു കണക്ഷൻ പോർട്ടാണ് VS2 എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ കിടക്കുന്നത് എന്താ? SMPS. അതായത് സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ. അതായത് കമ്പ്യൂട്ടറിലേക്ക് കറണ്ട് സപ്ലൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണ് സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ. കമ്പ്യൂട്ടറിലേക്ക് നമ്മുടെ ഒരു കണക്ഷൻ, അതായത് നമ്മുടെ വാൾ ഷീറ്റിൽ നിന്നും AC കറണ്ടിനെ DC കറണ്ടിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി, കമ്പ്യൂട്ടറിലേക്ക് DC കറണ്ടിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് എന്ത്? സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ. അപ്പൊ അവിടെ കറണ്ട് സപ്ലൈ ചെയ്യുക എന്നുള്ളതായിരുന്നു എന്തിന്റെ ജോലി? സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈന്റെ മെയിൻ ജോബ് എന്ന് പറയുന്നത്. അടുത്തത് USB ആണ്. അതായത് യൂണിവേഴ്സൽ സീരിയൽ ബസ്. അതെന്താ യൂസ് ചെയ്യുന്നത്? നമ്മുടെ പെൻ ഡ്രൈവ്, മൗസ്, കീബോർഡ് ഇവയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? USB യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒരു ഡിസ്പ്ലേ പോർട്ടാണ് അതെന്ന് പറഞ്ഞാൽ. ഓക്കെ. അതൊരു ഡിസ്പ്ലേ പോർട്ടാണ് നമ്മുടെ
USB എന്ന് പറഞ്ഞത്. അടുത്തത് VHA. VHA എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? വീഡിയോ ഗ്രാഫിക്സ് അറേ. അതായത് നമ്മുടെ ഡീറ്റെയിൽസ് ആണ് നമ്മുടെ മൗസും അതുപോലെ തന്നെ മോണിറ്ററും തമ്മിൽ CPU മോണിറ്ററും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നത് ഏതാണ്? നമ്മുടെ വീഡിയോ ഗ്രാഫിക്സ് അറേ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതെന്ത് തന്നെയാണ്? ഒരു കമ്പ്യൂട്ടർ പോർട്ടാണ് അല്ലേ? ഇതും ഒരു കമ്പ്യൂട്ടർ പോർട്ട് തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏതായിരിക്കും ഇതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത്. നമ്മുടെ ഓപ്ഷൻ B ആണ്. അതായത് കറണ്ട് സപ്ലൈ ചെയ്യുകയാണ്. ബാക്കിയുള്ള 3 ഓപ്ഷൻസും എന്ത് തന്നെയാണ്? ഒരു പോർട്ട് തന്നെയാണ് അല്ലേ? ഒരു കണക്ഷൻ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു പോർട്ടാണ്. അതിൽ വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുള്ളത് ഏതാണ്? നമ്മുടെ SMPS മാത്രമായിരിക്കും. കമ്പ്യൂട്ടറിലേക്ക് കറണ്ട് സപ്ലൈ ചെയ്യുക എന്നൊരു ജോലിയായിരുന്നു ആർക്കുള്ളത്? SMPSന്റെ മെയിൻ ആയിട്ടുള്ള ജോലി എന്ന് പറയുന്നത്. നോക്കിക്കേ, നമുക്ക് കാണാം അല്ലേ? PS2 എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ ഒരു പോർട്ടാണ്. അത് കീബോർഡും മൗസും കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതായിരുന്നു. SMPS എന്ന് പറഞ്ഞാൽ പവർ സപ്ലൈ യൂണിറ്റ് ആണ്. കമ്പ്യൂട്ടറിലേക്ക് കറണ്ട് സപ്ലൈ ചെയ്യുക എന്നൊരു യൂണിറ്റ് ആണ് SMPS എന്ന് പറഞ്ഞാൽ. USB എന്താ? യൂണിവേഴ്സൽ ആയിട്ടുള്ള കണക്ഷൻ പോർട്ടാണ് USB എന്ന് പറഞ്ഞാൽ. VHS എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഡിസ്പ്ലേ കണക്ഷൻ പോർട്ടാണ്. നമ്മുടെ വീഡിയോ ഗ്രാഫിക്സ് അറേന്റെ പ്രധാന ജോലി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ? അടുത്ത ചോദ്യം എന്താ ചോദിച്ചിരിക്കുന്നത്? ഇൻ വിച്ച് വിൻഡോസ് വേർഷൻ മൈക്രോസോഫ്റ്റ് ഇൻട്രൊഡ്യൂസ് വിത്ത് ദ സ്റ്റാർട്ട് മെനു. അത് സ്റ്റാർട്ട് മെനു ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് വിൻഡോസ് വേർഷൻ ആയിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാ? വിൻഡോസ് 8 ഉണ്ട്, വിൻഡോസ് 95 ഉണ്ട്, വിൻഡോസ് 7 ഉണ്ട്, വിൻഡോസ് XP ഉണ്ട്. അപ്പൊ ഇതിൽ ഏതായിരിക്കും നമ്മുടെ ആൻസർ? നമുക്ക് ഓപ്ഷൻസ് എടുത്ത് നോക്കാം. ഫസ്റ്റ് വണ്ണ് കിടക്കുന്നത് വിൻഡോസ് 8 ആണ്. വിൻഡോസ് 8 എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റാർട്ടർ മെനു സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു വേർഷൻ അല്ല വിൻഡോസ് 8 എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമുക്ക് എടുക്കാൻ സാധിക്കില്ല. അതൊരിക്കലും സ്റ്റാർട്ടർ മെനുവിന്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട്. ഓക്കെ, നോക്കിക്കേ, നമ്മുടെ വിൻഡോസ് 8ൽ എന്താ ഇനിഷ്യലി റിമൂവ് ചെയ്ത സ്റ്റാർട്ടർ മെനു ആണ് വിൻഡോസ് 8ൽ വന്നിട്ടുണ്ടായിരുന്നത്. വിൻഡോസ് 95ൽ എന്താ ഫസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മൈക്രോസോഫ്റ്റിൽ വിൻഡോസ് ഏത് വേർഷൻ ആയിരുന്നു? വിൻഡോസ് 95 ആയിരുന്നു. ക്ലിയർ ആയല്ലോ? അത് വിൻഡോസ് 7ൽ എന്താ ഇംപ്രൂവ്ഡ് ചെയ്തല്ലേ സ്റ്റാർട്ടർ മെനുവിനെ, പിന്നീട് അവർ ഇംപ്രൂവ് ചെയ്യുകയായിരുന്നു ചെയ്തത്. വിൻഡോസ് XPയിൽ എന്താ എൻഹാൻസ്ഡ് സ്റ്റാർട്ടർ മെനു ഫീച്ചേഴ്സ്, അതായത് ഫീച്ചർ നമ്മുടെ ഭാവിയിലേക്ക് എൻഹാൻസ് ചെയ്യുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയല്ലോ. ഏതാണ് നമ്മുടെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് സ്റ്റാർട്ടർ മെനു ഫസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് മൈക്രോസോഫ്റ്റ് വിൻഡോ വേർഷൻ ആയിരുന്നു? വിൻഡോസ് 95ലായിരുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മുടെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് ഓൾറെഡി നമുക്കറിയാം ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും, എന്താണ് ഇതിന്റെ സിലബസ്, അതുപോലെ അഡ്വൈസ് എത്രയാണ് വരുന്നത്, എല്ലാം നമ്മൾ നോക്കി. ഓക്കെ, അപ്പൊ നമുക്ക് പഠിക്കാൻ നോക്കുമ്പോൾ നമുക്കറിയാം സിലബസ് അനുസരിച്ച് തന്നെ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കി പഠിക്കാൻ നോക്കണം. എന്നാൽ മാത്രമേ എത്ര മാർക്ക് എവിടെ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ അല്ലേ? അപ്പൊ നമുക്ക് ഇതേണ്ട് നമ്മുടെ CCയിൽ ഇതാ കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന്റെ പുതിയ ബാച്ച് ഓപ്പൺ ആയിരിക്കുകയാണ്. നമ്മൾ എന്തൊക്കെയായിരിക്കും അവൈലബിൾ ആയിരിക്കുന്നത്? ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ, മെന്റർഷിപ്പ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് വീക്ക്ലി എക്സാം, മോക്ക് ടെസ്റ്റുകൾ എല്ലാം നമ്മൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ബാച്ചിന് വേണ്ടി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.